ഹലോ മക്കളെ, അത്ര സന്തോഷത്തോടു കൂടിയല്ല ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, 8ാം ക്ലാസ് പുനഃപരീക്ഷ കൂടുതൽ വേണ്ടത് ഹിന്ദിക്ക് എന്ന ഒരു പത്രവാർത്ത കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഹിന്ദിയിൽ പരാജയപ്പെടുന്നത് എന്നതിൻ്റെ കാരണം അത് കണ്ടെത്തുക തന്നെ വേണം. നമുക്ക് ഇനിയുള്ള എക്സാംസിലെങ്കിലും നല്ല രീതിയിൽ നല്ല മാർക്ക് വാങ്ങി ഫുൾ മാർക്ക് വാങ്ങിയിട്ട് തന്നെ നമുക്ക് പാസ്സാവണം. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എക്സാമിനറിൻ്റെ ഭാഗത്തുനിന്ന്, ഷമീം സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് മുമ്പ്, എക്സാം കഴിഞ്ഞ് നമ്മുടെ മാരത്തോണൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ എക്സാം കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ എക്സാമിനോടനുബന്ധിച്ചൊക്കെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ആ കമൻസൊക്കെ ഒന്ന് നോക്കാം. യെസ്, ഒരുപാട് നല്ല നല്ല കമൻസുകൾ. ഒരുപാട് സന്തോഷത്തോടെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ വർഷത്തെ പരീക്ഷാ സീസൺ അവസാനിപ്പിച്ചത്. ഓരോരുത്തർ കമൻറ്റ് ചെയ്ത് നോക്കൂ. എക്സാം ഈസി ആയിരുന്നു, നന്നായി എഴുതി, താങ്ക് യു ഷമീം സാർ. സാർ എക്സാം നല്ല ഈസി ആയിരുന്നു, സാർ പറഞ്ഞതെല്ലാം വന്നു, താങ്ക് യു സോ മച്ച്. 40-ൽ 36 മാർക്ക്, എക്സാം വാസ് സിമ്പിൾ, താങ്ക് യു സാർ, എക്സാം വെരി ഈസി ആയിരുന്നു. 18 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഞാൻ മാഷിനെ 18 പ്രാവശ്യം ഓർത്തു, ഫുൾ മാർക്ക്. ഇതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷിച്ചു അല്ലേ. പിന്നെയോ, സാർ പറഞ്ഞ എല്ലാം വന്നു, ആൻസർ കീ ഇടുമോ? ആൻസർ കീ ഇടുന്നതിന് മുന്നേ വന്ന കമൻറ്റാണ് അല്ലേ. ഫുൾ മാർക്ക്, സാർ എക്സാം എളുപ്പമായിരുന്നു, സാർ പ്രൊഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. യെസ്, നമ്മൾ ഷോർട്സും ഇട്ടിട്ടായിരുന്നു അല്ലേ, ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എക്സാം വിന്നറിൽ ഷമീം സാർ പഠിപ്പിച്ചതേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇത്രയും കുട്ടികൾക്ക് എക്സാം ടഫായി അല്ലെങ്കിൽ എക്സാമിൽ പാസ്സാവാൻ കഴിഞ്ഞില്ല? അതിന് കാരണം നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ആൻസർ കീയിലും അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പോസ്റ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സങ്കോഷ്ടി കേലിയെ അല്ലേ, ഇതാ സങ്കോഷ്ടി കേലിയെ ഒക്കെ പോസ്റ്റർ തയ്യാർ കരേ എന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളുമാണ്. പോസ്റ്റർ ആയിക്കോട്ടെ 4 മാർക്ക് അവിടെ കിട്ടും, വാക്യ പിരമിഡ് ആയിക്കോട്ടെ എങ്ങനെയാണ് എഴുതേണ്ടത് 2 മാർക്ക്, 4 2 6 മാർക്ക് അല്ലേ. പിന്നെ അതുപോലെ തന്നെ സഫൽ ജീവൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പരീക്ഷയ്ക്ക് വരും എന്നൊക്കെ ഷമീം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതൊക്കെ കണ്ടു, പഠിച്ചു. എന്നിട്ടും പലർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, മാർക്കൊന്നും കിട്ടിയിട്ടില്ല അല്ലേ. പിന്നെ ഡയറി അല്ലേ, ഡയറിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെയിം ക്വസ്റ്റ്യനൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. 4 മാർക്ക് അവിടെയൊക്കെ കിട്ടി. പിന്നെ അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു വാർത്താലാപം കൊടുത്തിട്ടുണ്ടായിരുന്നു, ദുക്കാൻദാറിൽ എടുക്കാന്നൊക്കെ പറയുന്ന അല്ലേ. ഇതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 36+ മാർക്ക് എന്തായാലും നമ്മുടെ ലൈവ് കണ്ട കുട്ടിക്ക് കിട്ടണം അല്ലേ. പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിപ്പോൾ ഷമീം സാറിനെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, നിങ്ങളാരും അങ്ങനെ വിചാരിക്കണ്ട. പ്രോബ്ലംസ് ഉണ്ട്, എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ അറിയണം. ഇനി ആ തെറ്റ് ആവർത്തിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഇതിപ്പോൾ ഷമീം സാറിനെ പൊക്കി കാണിക്കാനൊന്നും വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഏതൊരു ഹിന്ദിയിൽ 8ാം ക്ലാസ്സിൽ ഹിന്ദി ഇത്രയും കാലം പഠിപ്പിക്കുന്ന ഏതൊരു അധ്യാപകനും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഷമീം സാർ വലിയ സംഭവമൊന്നുമല്ല. കാരണം കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ കാണുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇസ് ബാരിഷ്മേ എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന ടിപ്പണി, അതും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഡേഞ്ചർ സൈനൊക്കെ ഇട്ടിട്ട് അല്ലെ, ഒരുപാട് പേര് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ സർവനാമം എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. യെസ്, പിന്നെ വിശേഷൺ ശബ്ദ് അല്ലേ, വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എന്തായാലും പരീക്ഷയ്ക്ക് വരുമെന്ന് ഉറപ്പിച്ച് പറയുന്ന ക്വസ്റ്റ്യനാണ് അല്ലേ. പക്ഷേ ഇങ്ങനെ ഒരു പത്രവാർത്ത എന്തുകൊണ്ട് വന്നു? പിന്നെ എന്തുകൊണ്ട് വന്നു? ഒരുപാട് കാരണങ്ങളുണ്ടാവും അല്ലേ, ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഈ ലൈവ് കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അറിവിൽ അവരെല്ലാവരും പാസ്സായിട്ടുണ്ടാവണം. ലൈവ് മാത്രം കണ്ടിട്ട് ചിലപ്പോൾ പാസ്സാവാൻ കഴിയാത്ത പോലൊക്കെ ഉണ്ടാവും അല്ലേ. അതായത് മാരത്തോൺ മാത്രം, അവസാനം മാത്രം എന്താ പറയുക, പഠിക്കാനിരുന്നിട്ട് അത് നമ്മൾ മാരത്തോണിലെല്ലാം പഠിച്ചു, എക്സാം ഹാളിൽ എത്തിയപ്പോൾ മറന്നുപോയി, ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഹിന്ദി എഴുതാനും വായിക്കാനും അറിയില്ല അല്ലേ. എഴുതാനും വായിക്കാനും അറിയില്ല. ഒന്നുകിൽ ഇതാവാം റീസൺ, ഇത്രയും കുട്ടികൾ പരാജയപ്പെടാനുള്ള ഒരു റീസൺ, ഹിന്ദി എഴുതാനും വായിക്കാനും അറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ ഉള്ള കുട്ടികളുണ്ടാവും അല്ലേ. 5ാം ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ ഹിന്ദി സ്റ്റാർട്ട് ചെയ്തത്, പുതിയൊരു ഭാഷയാണ്. നമുക്ക് എന്താണ് അതിൻ്റെ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ അറിയാത്ത, അല്ലെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാത്ത കുട്ടികളുണ്ടാവും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ടഫായത് പരാജയപ്പെടാനുള്ള കാരണം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക,
താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. രണ്ടാമത്തത് മെയിൻലി ഒരുപാട് കുട്ടികൾക്കുള്ള കാരണം മടി അല്ലേ. ഹിന്ദി ഇഷ്ടമല്ല, ഹിന്ദി എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, അത് ലാംഗ്വേജ് അല്ലേ, അവസാനം പഠിച്ചാൽ മതി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവസാനത്തേക്ക് വെച്ചു. അതായത് മാരത്തോൺ മാത്രം. അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് കാണുന്നവരാണെന്നൊന്നുമില്ല. യൂട്യൂബ് ക്ലാസ്, ഓൺലൈൻ ക്ലാസ്സുകളൊന്നും കാണാത്ത കുട്ടികളുണ്ട് അല്ലേ. സ്കൂളിൽ പഠിപ്പിച്ചത് മാത്രം പഠിച്ച് എക്സാമിന് പോകുന്ന കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ ഒന്നുകിൽ മടി കാരണം അവസാനത്തേക്ക് വെച്ചു. ലാംഗ്വേജ് അല്ലേ, പഠിക്കേണ്ട, അത് സിമ്പിളായിരിക്കും എന്ന് നെവർ മൈൻഡ് ചെയ്തു. അങ്ങനെയുള്ള കാരണം കൊണ്ടുണ്ടാവും അല്ലേ. പിന്നെ മൂന്നാമത് ഒരു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചു അല്ലേ, എല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്താ സംഭവിച്ചു, എക്സാം ഹാളിൽ മറന്നുപോയി. എക്സാം ഹാളിൽ എത്തിയപ്പോൾ മറന്നുപോയി. ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ പഠിച്ചതാ. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അത് പേപ്പറിലേക്ക് എഴുതാൻ പറ്റുന്നില്ല. അത് മിക്കവാറും എങ്ങനെയുള്ള കുട്ടികളായിരിക്കും, തലേ ദിവസം പഠിച്ച കുട്ടികളായിരിക്കും അല്ലേ. തലേ ദിവസം പഠിച്ച കുട്ടികൾ മാരത്തോണൊക്കെ കണ്ടു, ആ പോസ്റ്റർ, ആ ഷമീം സാർ പറഞ്ഞു തന്നിട്ടുണ്ട്, ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ വാർത്താലാപം ഇതെല്ലാം പറഞ്ഞാണല്ലോ, യെസ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പേപ്പറിലേക്ക് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടാവും അല്ലേ. പിന്നെ അപൂർവം ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവാം, സ്കൂളിൽ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല, സാറ് പഠിപ്പിച്ചിരുന്നു മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളത് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗ്രാമർ ഒന്നും ഇവിടെ വിഷയമേ അല്ല. ഗ്രാമർ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാനുള്ള മാർക്ക് എന്തായാലും കിട്ടും അല്ലേ. ഗ്രാമർ വേണമെന്നില്ല. 8ാം ക്ലാസ്സിലൊരു കുട്ടി 12 മാർക്ക് കിട്ടാൻ ഗ്രാമറിൻ്റെ യാതൊരു ആവശ്യമില്ല. അപ്പോൾ അത് ആ പോയിന്റ് ഞാൻ മനഃപൂർവ്വം എഴുതാത്തതാണ്. ഗ്രാമർ അറിയില്ല സാറിന്, ഗ്രാമർ വേണ്ട. ഗ്രാമർ ഇല്ലാതെ തന്നെ 12 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനുള്ള അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മുടെ 8ാം ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം മക്കളെ, നിങ്ങൾ ആദ്യം മുതൽ പഠിച്ചില്ല. അതാണ് യെസ് 4ാമത്തെ ഈ പോയിന്റ്. ആദ്യം മുതൽ പഠിച്ചില്ല. ആദ്യം മുതലേ ശ്രദ്ധിക്കണമായിരുന്നു. ഞാൻ ഒന്നുകൂടെ സീരിയസ് ആവണമായിരുന്നു. ഞാൻ നോട്ട് കൃത്യമായിട്ട് എഴുതുന്നില്ല, ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നില്ല അല്ലേ. എന്തോ ഒരു ഇറസ്പോൺസിബിലിറ്റി അതെൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സിൻസിയറായിട്ട് പറയണം. കമൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആത്മാർത്ഥതയോട് കൂടിയിട്ട് പറയണം എന്തുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടവർ മാത്രമാവില്ല ഈ വീഡിയോ കാണുന്നത്. ജസ്റ്റ് പാസ്സായി പോയവരൊക്കെ ഉണ്ടാവും അല്ലേ. ആ ജസ്റ്റ് രക്ഷപ്പെട്ടു പോയ ഇ ഗ്രേഡ് എന്നുള്ളതിന് മുകളിൽ ജസ്റ്റ് എന്താ പറയുക ഡി ഗ്രേഡ് അല്ലെങ്കിൽ D+ അല്ലെങ്കിൽ എന്താ പറയുക ബി ഗ്രേഡിലേക്കൊക്കെ എത്തിയ കുട്ടികളും ഉണ്ടാവും, ഇത് കാണുന്നുണ്ടാവും. മക്കളെ നിങ്ങളും ആലോചിച്ചോ, അടുത്ത വർഷം 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടി നടക്കില്ല. നമുക്ക് ഫുൾ മാർക്ക് തന്നെ വേണം അല്ലേ. 40ൽ 40 മാർക്ക് തന്നെ വാങ്ങണം, എങ്കിലേ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു വിജയം നേടാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ പഠിക്കുക. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇനിയിപ്പോൾ അടുത്ത എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സൊക്കെ അവൈലബിൾ ആയിരിക്കും, നമ്മുടെ സ്കൂളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. എക്സാം ഇൻ്റർവ്യൂ നമുക്ക് ക്ലാസ്സുകൾ തരാൻ നോക്കാം. തീർച്ചയായിട്ടും എല്ലാ ക്ലാസ്സുകളും കണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള ആ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, അത് നികത്താൻ വേണ്ടി നോക്കുക, അത് പാസ്സാവാൻ വേണ്ടി നോക്കുക. ഇനി അങ്ങോട്ട് ഈ ഒരു തെറ്റ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സുകളുണ്ട് അല്ലേ, അത് ആവർത്തിക്കാതിരിക്കുക. എല്ലാ സപ്പോർട്ടും നമ്മുടെ കയ്യിൽ. നമ്മൾ ആദ്യം മുതലേ പഠിക്കണം അല്ലേ. നമ്മൾ സ്കൂള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ തരും, ബാച്ചിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പലരും അത് ഉപയോഗപ്പെടുത്തുന്നില്ല അല്ലേ. കേരളത്തിലെ എല്ലാ മക്കളും യൂട്യൂബിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ ക്ലാസ്സുകൾ കാണുക അല്ലെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. കുറേ പേര് എന്താ പറയുക പ്രൈവറ്റ് ട്യൂഷന് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒന്നും ചെയ്യാതെ വീട്ടിൽ മാത്രമേ സ്കൂളിലെ ആ ഒരു ക്ലാസ് മാത്രം ആശ്രയിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലേ. ആരാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുകയാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നില്ലെങ്കിലും ഇനി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് പഠിച്ചു പോവുക എന്നുള്ളതാണ്. ആദ്യം മുതലേ നന്നായിട്ട് പഠിക്കുക, അവസാനത്തേക്ക് വെക്കരുത്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും 10 A+ കിട്ടിയിട്ട് 1 A+ നഷ്ടമായി, ഹിന്ദിയിൽ 1 A+ നഷ്ടമായ ഒരുപാട് കുട്ടികളെ SSLC കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. നമുക്ക് എല്ലാ വിഷയങ്ങളിലും A+ കിട്ടണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യം മുതൽ പഠിച്ചില്ല എന്നുള്ള ആ ഒരു പരാതി തീർക്കാൻ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം.
ഓക്കെ, 9ാം ക്ലാസ്സിൽ അത് ആവർത്തിക്കാതിരിക്കട്ടെ. 9ാം ക്ലാസ്സിലെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ സംഭവിച്ച ഇതുപോലുള്ളൊരു ദുരന്തം നമുക്ക് 9ാം ക്ലാസ്സിൽ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം 8ാം ക്ലാസ്സിനേക്കാളും എത്രയോ ബുദ്ധിമുട്ടാണ് 9ാം ക്ലാസ്. 8ാം ക്ലാസ്സിനേക്കാളും എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടുള്ളതാണ് 9ാം ക്ലാസ്. പരീക്ഷയുടെ ആ ദിവസം മാത്രം പഠിച്ചതുകൊണ്ട് ഒരിക്കലും 9ാം ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ കഴിയില്ല. ആദ്യം മുതലേ നന്നായിട്ട് പഠിക്കണം. എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ ക്ലാസ്സുകൾ ലഭിക്കും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ലൈവായിട്ട് പഠിക്കാം. ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്താൽ ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഇപ്പം പറ്റിയ ആ ഒരു മിസ്റ്റേക്ക് തിരുത്താനുള്ള അവസരം. തെറ്റുകൾ എല്ലാവർക്കും പറ്റും അല്ലേ, തെറ്റുകൾ പറ്റും, താഴ്ചകളുണ്ടാവും, വീഴ്ചകളുണ്ടാവും. പക്ഷേ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ വിജയ് അല്ലേ. അവിടെ കിടന്ന് പരിതപ്പെടുന്നവനല്ല, അല്ലെങ്കിൽ സങ്കടപ്പെടുന്നവനല്ല, എനിക്കിനി വയ്യ, ഞാൻ തോറ്റു, ഇനി എനിക്കൊരു ലൈഫില്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം, അത് തിരുത്തണം, മുന്നേറണം. എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കാണിക്കും. ചിലപ്പോൾ ഒരുപാട് പരിഹാസങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടാവാം ഈ മക്കൾക്ക് അല്ലേ. പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരുപാട് പരിഹാസങ്ങളൊക്കെ നേരിടണം. പക്ഷേ അവരുടെ മുമ്പിലൊക്കെ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയും. എങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ആ ഒരു മിസ്റ്റേക്സ് നമുക്ക് തിരുത്താൻ കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഷമീം സാർ എന്തായാലും കട്ടക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. എന്താണ് ഈ റീസൺ, പരാജയപ്പെടാനുള്ള റീസൺ എന്താണെന്നുള്ളത് ആരും കമൻറ്റ് ചെയ്യാതെ പോകരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. എല്ലാ വിഷയങ്ങളും എല്ലാവരും പാസ്സാവട്ടെ, നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.